ശ്യാംരാജ്, നമ്മുടെ ആരോഗ്യ കേരളത്തിന്റെ സ്ഥിതി നമ്മൾ ജനങ്ങളെ ദൃശ്യങ്ങൾ സഹിതം അറിയിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നുമല്ല. പക്ഷേ മാറ്റം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇപ്പോൾ ഈ വയനാട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം, അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കിയേ മതിയാകൂ. എന്തായാലും അവിടെ അവർക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. പക്ഷേ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഓടാതെ ഒരു നിവൃത്തിയുമില്ല. കാരണം അവിടെ മെഡിക്കൽ കോളേജിൽ തുരുമ്പെടുത്ത സ്ട്രെച്ചറുകളടക്കം തുരുമ്പെടുത്ത നിലയിലാണ്. മൊബൈൽ മോർച്ചറി യൂണിറ്റുകളുണ്ട്. അതെല്ലാം തന്നെ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർക്കത് ഗുണം ചെയ്യുന്നില്ല. എന്തിനാണ് വയനാടിനോട് ഇവർ ഈ ക്രൂരത കാണിക്കുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല. ശ്യാംരാജ്, ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, ഈ പഴയ ജില്ലാ ആശുപത്രിയുടെ മേലെ മെഡിക്കൽ കോളേജിൽ നിന്ന് പേരെഴുതി ഒട്ടിച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. അത് ഞാനവിടെ ആ ഇലക്ഷൻ സമയത്തൊക്കെ ഒരുപാട് തവണ പോവുകയും നമ്മളത് ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സത്യത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടുള്ളത്, അന്ന് എനിക്ക് തോന്നുന്നു ഇന്നും ആ മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി, അതിന് തൊട്ട് മുമ്പിലെ വഴി ടാർ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നിട്ടാണ് ഈ നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടതുപക്ഷം വലിയ പ്രൊമോഷൻ നടത്തിയതും അതിനെ ഇപ്പോഴത്തെ UDF സർക്കാർ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, വയനാട് പോലെയുള്ള ഒരു എല്ലാ രീതിയിലും കുറച്ചുകൂടെ നമ്മളൊരു ശ്രദ്ധ കൊടുക്കേണ്ട ജില്ല, ഒരിടം, അവിടെ ആ രീതിയിലുള്ള ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും സർക്കാർ വേണ്ട രീതിയിലുള്ള ഒരു ഒരു അതിനോടൊരു കൈകടത്തൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ആ ഒരു മേഖലയിലേക്ക് വേണ്ട രീതിയിൽ സർക്കാർ ആര് വന്നാലും ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തന്നെ അവിടെ ഒരു കള്ളാടിയിൽ ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോയിട്ടുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോ ആ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവിടുത്തെ ജനങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി കൂടി മുൻ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. കാരണം യാതൊരു സൗകര്യങ്ങളുമില്ല, സൗകര്യങ്ങളില്ലാതെ, വേണ്ടത്ര ഡോക്ടർമാരില്ലാതെ, നഴ്സുമാരില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു. ജനങ്ങളോട് പറയുമ്പോൾ എന്താ പറയാ, ഞങ്ങൾ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തന്നിരിക്കുന്നു എന്ന് ജനങ്ങളോട് പറയുകയും മറുവശത്ത് അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയുമായിട്ടാണ് എല്ലാ സർക്കാരുകളും, അത് LDF സർക്കാരും UDF സർക്കാരും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ട്, ഇനിയും മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്.